ഡ്രീം ദേവതയും അനുയായികളും പോയ ശേഷം ഹോങ്ങെ അവിടെ ഉണ്ടായിരുന്ന മൈനർ ഡീമൻസിനെ എല്ലാം വിളിച്ചുകൂട്ടി ഈ ഡ്രീം ദേവതയെ പറ്റി അവരോട് പറയുന്നു. അവർ ശരിക്കും ഒരു ഇമ്മോർട്ടലായിരുന്നു. പക്ഷേ ഒരിക്കൽ അനുവാദമില്ലാതെ അവർ ഭൂമിയിലേക്ക് പോരുകയായിരുന്നു. ഇവിടെ എത്തി ഒരു മനുഷ്യനുമായി പ്രണയത്തിലായി അയാളെ വിവാഹം കഴിച്ച് ഇവിടെ ജീവിക്കാനിടയായി. പിന്നീട് അവർക്കുള്ള പണിഷ്മെൻ്റായിട്ട് അവരെ ദേവലോകത്തേക്ക് കയറ്റാതെയായി. അങ്ങനെ ഭൂമിയിൽ ജനനവും മരണവും ഒക്കെ ആയിട്ട് അവർക്ക് വീണ്ടും വീണ്ടും കഴിയേണ്ടി വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ തൻ്റെ ഹൃദയം ക്രിസ്റ്റൽ കൊണ്ടുള്ളതാക്കി മാറ്റി. അതിനുശേഷം അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരായിട്ടുള്ള സ്ത്രീകളുടെ എസൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റ് ആൻഡ് വോയിഡ് എന്നുള്ള ആ ഐലൻഡിൽ നിന്ന് അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ മനുഷ്യരുടെ സ്വപ്നങ്ങളിലൊക്കെ എത്തി തനിക്ക് ആവശ്യമുള്ള പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യാറ്. യുലി സ്പ്രിംഗ് കണ്ടെത്തി ആ വെള്ളം കുടിച്ച് തിരികെ ദേവലോകത്തേക്ക് പോവുകയാണ് അവരുടെ ലക്ഷ്യം. ഇനിയാണെങ്കിലും അവരുടെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ചേർത്ത് നിൽക്കുന്നതിന് വേണ്ടി എല്ലാവരും അവരുടെ കൾട്ടിവേഷൻ നന്നായിട്ട് കൂട്ടാൻ ഹോങ്ങി അവരെ ഉപദേശിക്കുന്നു. എന്നിട്ട് ഷാമുവിനെ അവരെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഷാവുയ്ക്ക് അവൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തിൽ നല്ല ആശങ്കയുണ്ട്. അതുകൊണ്ട് അവളാകെ ടെൻഷനിലാണ്. ഡാലിയും ലവ്ലോയും ഇങ്ങനെ ഒരു ആപത്തുണ്ടാക്കാൻ തങ്ങൾ കാരണമായതിന് അവളോട് സോറി പറയുന്നുണ്ട്. പക്ഷേ ഈ ഡ്രീം ദേവതയെ പറ്റി അവർക്കും അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവരുടെ ഭാഗത്തും തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ഷാവു അവരെ സമാധാനിപ്പിക്കുന്നു. ഹോങ്ങിയുടെ കണ്ടീഷൻ ഈ സമയത്ത് മോശമായി തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഷാവുവും ഷാമുവും കൂടി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവരോട് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവൻ പറയുന്നത്. വിശ്വാസം വരാതെ ഷാവുവിൻ്റെ കൈ പിടിച്ച് നോക്കുന്നു. ആ വിഷചിന്തയുടെ പോയിസൺ അവൻ്റെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങിയിരിക്കുന്ന അവൾ കാണുന്നുണ്ട്. കുറച്ച് മുമ്പ് ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ 1000 വർഷങ്ങൾ ജീവിച്ചു കഴിഞ്ഞു. എന്നെപ്പോലെ ഒരാളുടെ അടുത്ത് ഈ ഒരു ചെറിയ ചിലന്തി എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഇതെനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. കുറച്ച് സമയം ഞാൻ കൾട്ടിവേറ്റ് ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞ് അവൻ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് ഷാമുവിനെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ഷാവുയോട് സമാധാനമായി ഇരിക്കാൻ പറഞ്ഞ് അവനും കൾട്ടിവേഷനായിട്ട് ആ ഗുഹയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ശരിക്കും അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അവൻ അസഹനീയമായ വേദന കൊണ്ട് പുളയുന്നുണ്ട്. ഷാമു ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ ഷാമിങ്ങിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്താണ് ശരിക്കും ഹോങ്ങയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനായി ഷാമു അങ്ങോട്ടേക്ക് എത്തിയത്. കുഴപ്പമൊന്നുമില്ല എന്ന് ഹോങ്ങെ പറയുന്നുണ്ടെങ്കിലും അത് സത്യമല്ല. അവൻ ശരിക്കും ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഡ്രീം ദേവത പറഞ്ഞത് 7 ദിവസമാണ് ഈ പോയിസൻ്റെ ലിമിറ്റ് എന്നാണ്. ഹോങ്ങയുടെ കഴിവ് വെച്ചിട്ട് ചിലപ്പോൾ 10 ദിവസം വരെ അവന് പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കും. അത് കഴിഞ്ഞ് ഒരു രക്ഷയും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നത്തെ എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പോലും പറ്റില്ല എന്നൊക്കെ ഷാമിങ്കാരനോട് പറയുന്നു. ഈ സമയത്ത് ഹോങ്ങയുടെ കണ്ടീഷൻ ഒന്നുകൂടി മോശമായിട്ട് അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യുകയും അവൻ്റെ കണ്ണുകളൊക്കെ ചുമന്ന നിറത്തിലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡാലി ഈ ഡ്രീം ദേവതയെക്കുറിച്ചൊക്കെ അറിഞ്ഞെങ്കിലും അവൾക്ക് ശരിക്കും ആ ഡ്രീം ദേവതയോട് ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നു. ഇപ്പോഴും ഡ്രീം ദേവതയുടെ സ്ഥലത്തേക്ക് പോയി അവിടെ എന്നൊരു സുന്ദരിയായിട്ട് ജീവിക്കാനാണ് ഡാലി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും കാണാതെ അവൾ ഡ്രീം ദേവതയുടെ പെയിൻറ്റിംഗ് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് തോന്നിയതുകൊണ്ടാകണം ഹോങ്ങെ ഹേവുവിനെ പോയി കണ്ടിട്ട് അവനോട് ഈ ഡീമൻ വാലി വിട്ട് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഹേവു അത് അംഗീകരിക്കുന്നില്ല. എന്ത് തെറ്റാണ് ഇവിടെ വിട്ട് പോകാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് ചോദിച്ച് അവൻ എതിർത്ത് നിൽക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. ഹേവുവിൻ്റെ കൂടെ അവൻ്റെ അസിസ്റ്റൻറ്റുമുണ്ട്. ഹോങ്ങയുടെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് നന്നായി പരിക്കേൽക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഹോങ്ങയ്ക്ക് നല്ല ശക്തി പ്രയോഗിക്കേണ്ടി വന്നതിനാൽ ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ടീഷൻ മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടി മോശമാവുന്നു. അവൻ നേരെ ഷാവോയുടെ മുറിയിലേക്കാണ് ചെന്നത്. മുമ്പ് അവൾ ഉണ്ടാക്കി സമ്മാനിച്ച ഒരു പുല്ലുകൊണ്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിനക്ക് ആ ജെയ്ഡ് പെൻഡൻറ്റ് വീണ്ടും നൽകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നീ എന്നെ വിളിച്ചു വരുത്തുന്ന സമയത്ത് ഞാൻ സ്വബോധത്തിലല്ലെങ്കിൽ അത് നിനക്ക് ആപത്തുണ്ടാക്കും. അതുകൊണ്ടാണ് അത് തരാൻ പഠിക്കുന്നത്. എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഒരു അംശം ഞാൻ ഈ ചെയിനിനുള്ളിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ആപത്തിൽ ഉറപ്പായും ഇത് നിന്നെ സഹായിക്കും എന്നവൻ പറയുന്നു. അവൻ എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് അറിഞ്ഞപ്പോൾ എവിടെയാണ് അവൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി പറയാതെ അവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് അവളെ മയക്കി കിടത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഷാവോ പിന്നെ അടുത്ത ദിവസമാണ് ഉണർന്നത്. അവൾ വേഗം ഹോങ്ങിയെ അന്വേഷിച്ച് ആ ഗുഹയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഹോങ്ങിയുടെ ബാക്കി വെച്ചിട്ട് പോയ മെസ്സേജ് ഷാമു വായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഷാമുവും അത് വായിക്കുന്നു. തൻ്റെ സ്വഭാവവും ബോധവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കാരണം ഇനിയും അവിടെ നിൽക്കുന്നില്ല. ആ ഡ്രീം ദേവതയുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഹേവുവിനെയും വുഹാനെയും ഇന്നലെ രാത്രി തന്നെ ഡീമൻ വാലിയിൽ നിന്ന് ബാൻ ചെയ്ത് പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പുറത്താരും അറിയാൻ പാടില്ല. ഞാൻ ഈ ഗുഹയിൽ കൾട്ടിവേഷനിലാണ് എന്ന് എല്ലാവരോടും പറയാവുള്ളൂ. ഞാൻ തിരികെ വരുന്നത് വരെ എല്ലാവരെയും സേഫായി പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള മെസ്സേജായിരുന്നു ഹോങ്ങയുടെ ബാക്കി വെച്ചിട്ട് പോയത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഷാമു ഹോങ്ങയെ അന്വേഷിച്ച് പുറപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷാമു അതിന് അനുവദിക്കുന്നില്ല. എല്ലാവരും ഇവിടെ ഇരുന്ന് കൾട്ടിവേഷൻ ചെയ്യാനാണ് അവന് ഓർഡർ നൽകിയത്. അതനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഷാമു അവളെ തടയുന്നു. ഷാമു പിന്നെ എതിർത്ത് നോക്കുന്നുണ്ടെങ്കിലും അവൾ കാരണമാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്. ഹോങ്ങയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെയുള്ള മൈനർ ഡീമൻസും അല്ലാത്ത ഡീമൻസും ഒന്നും അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവൾ മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഷാമു അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ പിന്നെ ഷാവോ
തൽക്കാലം പിന്തിരിയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും പലരും ഷാവോയ്ക്ക് എതിരായി തിരിയുന്നു. പ്രധാനമായിട്ടും ബാംബുവിനായിരുന്നു അവളോട് ഏറ്റവും കൂടുതൽ ദേഷ്യം. ബാംബു ഷാവോയെ കുറ്റപ്പെടുത്തി പറയുന്നത് ദാലിക്കും ലവ്ലോയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല, ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ചത് ഞങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ് അവർ ഷാവോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഹോങ്ങിയുടെ കണ്ടീഷനെ പറ്റി അറിയാതെ ഷാവോ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ. ആ സമയത്താണ് ദാലിയും ലവ്ലോയും കൂടി കുറച്ച് താലിസ്മാനുമായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നത്. അത് ഒരു സ്പെഷ്യൽ താലിസ്മാനാണ്. അത് കത്തിച്ച് കഴിയുമ്പോൾ അത് മുഴുവനായും എരിഞ്ഞ് തീരുകയാണെങ്കിൽ ഹോങ്ങിയെ സേഫാണ് എന്നാണ് അർത്ഥം. അതല്ല അതിൻ്റെ എന്തെങ്കിലും കുറച്ച് ബാക്കി നിൽക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് കരുതേണ്ടി വരും എന്ന് ദാലി അവളോട് പറയുന്നു. അങ്ങനെ ഷാമു എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അവരിത് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാമു അങ്ങോട്ടേക്ക് വരുന്നതിനാൽ പെട്ടെന്ന് അതെല്ലാം കെടുത്തിയിട്ട് അവർക്ക് ഒളിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഉറങ്ങാതെ അവർ 3 പേരും കൂടി ഇങ്ങനെ കുത്തിയിരുന്ന് സമയം കളയുന്നതിന് ഷാമു അവരെ വഴക്ക് പറയുന്നു. വേഗം കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് രാവിലെ മോർണിംഗ് ക്ലാസ്സിന് വരുന്ന ആരെയും മറക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിന് ഷാമു മാത്രമാണ് പോയത്. ദാലിയുടെയും ലവ്ലോയുടെയും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെവിടെ പോയി എന്ന് ഷാമു അവളുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നു. കുറച്ചു നേരം ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഷാവോയുടെ രൂപം മാറി അത് ലവ്ലോ ആവുന്നുണ്ട്. അവൻ രൂപം മാറി എവിടെ ഇരുന്നതായിരുന്നു. ഷാവോയും ദാലിയും കൂടി ഈ സമയം ഡീമൻ വാലിക്ക് പുറത്ത് കടന്നു കഴിഞ്ഞിരുന്നു. മര്യാദയ്ക്ക് പോകാൻ ഷാമു സമ്മതിക്കാത്തതുകൊണ്ടാണ് ഷാവോയ്ക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് പ്രയോഗിക്കേണ്ടി വന്നത്. ഇത്തവണ നമ്മൾ പോകുന്നത് വളരെ അപകടം പിടിച്ചൊരു യാത്രയ്ക്കാണ് എന്ന് പറഞ്ഞ് ഷാവോ ദാലിയെ പിന്തിരിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദാലി താൻ കാരണമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്, അതുകൊണ്ട് ഹോങ്ങിയെ രക്ഷിക്കാൻ താൻ ഉറപ്പായും വരുമെന്ന് പറഞ്ഞ് ഷാവോയുടെ കൂടെ തന്നെ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും തനിച്ച് ഈ ഡ്രീം ദേവതയുടെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു സഹായത്തിനായി ബിങ്ഷുവിനെ അന്വേഷിച്ചാണ് രണ്ടുപേരും കൂടി ആദ്യം പുറപ്പെട്ടത്. പക്ഷേ ബിങ്ഷുവിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനോട് അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും കൂടി രാജാവിൻ്റെ അടുത്തേക്ക് എന്തോ റിപ്പോർട്ട് ചെയ്യാനായി പോയിരിക്കുകയാണ് എന്ന് അറിയുന്നു. അങ്ങനെ ഷാവോ ദാലിയും കൂട്ടി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ബിങ്ഷുവും അവൻ്റെ അസിസ്റ്റൻറ്റും ബാക്കിയുള്ള സൈനികരുമെല്ലാം ഈ സമയം രാജകൊട്ടാരത്തിലെത്തി രാജാവിനോട് തങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ബിങ്ഷു ആദ്യമൊക്കെ മിണ്ടാതിരിക്കുകയാണ്. അവൻ്റെ അസിസ്റ്റൻ്റാണ് തങ്ങൾ ചെയ്ത വലിയ കാര്യങ്ങൾ ഓരോന്നായിട്ട് എണ്ണി രാജാവിന് മുന്നിൽ പറയുന്നത്. അതേപോലെ മജിസ്ട്രേറ്റും താൻ ഇവർക്ക് ചെയ്ത സപ്പോർട്ടിനെ കുറിച്ച് തൻ്റെ നേട്ടങ്ങളായിട്ട് രാജാവിൻ്റെ മുന്നിൽ എണ്ണി പറയുന്നുണ്ട്. ആലിയെക്കുറിച്ച് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി രാജാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ 20 വർഷങ്ങൾക്ക് മുമ്പ് താൻ കൂട്ടക്കൊല ചെയ്ത ആ ട്രൈബിലെ ഒരാളാണ് വേതാളമായി മാറിയത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ രാജാവിന് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാവുന്നു. ആ ആലിയുടെ ശരീരം മണ്ണായിട്ടായിരുന്നല്ലോ മാറിയത്. ആ മണ്ണെല്ലാം കൂടി ബിങ്ഷു ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിരുന്നു. അത് അവൻ രാജാവിന് സമ്മാനിക്കുന്നു. എന്തായാലും രാജാവ് തൽക്കാലം നല്ല ഹാപ്പി ആവുന്നുണ്ട്. എല്ലാവർക്കും കുറേ സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അകത്തേക്ക് കയറി പോയിട്ട് അയാളുടെ അസിസ്റ്റൻറ്റിനെ പുറത്തേക്ക് വിട്ട് ബിങ്ഷുവിനെ മാത്രം അകത്തേക്ക് വിളിപ്പിക്കുന്നു. രാജാവിൻ്റെ സ്വപ്നത്തിൽ ഡ്രീം ദേവത വീണ്ടും വന്നിരുന്നു. 100 പെൺകുട്ടികളെ തൻ്റെ സർവീസിനായിട്ട് ഇവിടുന്ന് കൊടുത്തയക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാജാവ് അതിന് തയ്യാറാണ്. അത് സാധാരണ പെൺകുട്ടികളെ പോരാ, അവിടുത്തെ ഒഫീഷ്യൽസിൻ്റെ മക്കളെ തന്നെയാണ് ഇത്തവണ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ 100 പെൺകുട്ടികളെ അറേഞ്ച് ചെയ്ത് അവരെയും കൊണ്ട് ഒരു ഷിപ്പിൽ ഡ്രീം ദേവതയുടെ അടുത്തേക്ക് പോകാനുള്ള ദൗത്യമാണ് രാജാവ് ബിങ്ഷുവിനെ ഏൽപ്പിക്കുന്നത്. അവൻ നേരിട്ട് അവരെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ബിങ്ഷുവിന് ഇക്കാര്യത്തിൽ എന്തോ അഭിപ്രായം പറയാനുണ്ടെങ്കിലും അതെന്താണെന്ന് കേൾക്കാനുള്ള ചാൻസ് പോലും രാജാവ് നൽകുന്നില്ല. താൻ പറയുന്നതങ്ങ് അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം. അങ്ങനെ ബിങ്ഷുവിന് അത് സമ്മതിക്കേണ്ടി വരുന്നു. ഷാവോയും താലിയും ഈ സമയത്ത് ആ തലസ്ഥാന നഗരിയിൽ എത്തിയിരുന്നു. പക്ഷെ അവരുടെ കൈവശം ഇപ്പോൾ പണമില്ല. ഷാവോയ്ക്കാണെങ്കിൽ അവിടെ വെച്ച് മാജിക് ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനും പറ്റില്ല. അതുകൊണ്ട് വിശന്ന് പറഞ്ഞ് അവരിങ്ങനെ തെരുവിലൂടെ നടക്കുകയാണ്. ആരെയും പരിചയവുമില്ല. ബിങ്ഷുവിനെ പറ്റി വഴിയിൽ കണ്ട 1-2 പേരോട് അവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഫെയ്യു ഗാർഡ്സിൻ്റെ ലീഡറായ അവനെ ഇവരെ പോലെ 2 പെൺകുട്ടികൾ അന്വേഷിക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അവരെ കളിയാക്കുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു മരത്തിൽ കുറേ ആളുകൾ വന്ന് ചുമന്ന റിബൺ കെട്ടിയിട്ട് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇവർ കാണുന്നത്. കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ ലവേഴ്സാണ് അവിടെ വന്ന് ആ റിബണുകൾ കൂട്ടിക്കെട്ടാറുള്ളതെന്നും അവരുടെ പ്രണയം ട്രൂ ലവ് ആണെങ്കിൽ ആ റിബൺ എന്തെങ്കിലും റിയാക്ഷൻ കാണിക്കുമെന്നുമൊക്കെ അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ദാലിയും ഷാവോയും തീരുമാനിക്കുന്നു. ഷാവോയാണ് റിബൺ കെട്ടി നോക്കിയത്. ഹോങ്ങിയുടെയും തങ്ങളുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവൾ പ്രാർത്ഥിച്ചത്. ആ റിബൺ കെട്ടിയ ശേഷം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ കിടപ്പുണ്ടായിരുന്ന ഹോങ്ങിയെ നൽകിയ ബ്രേസ്ലെറ്റ് ഒന്ന് തിളങ്ങുന്നു. ആ റിബണിനും ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അവളിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ മക്കളെ ദാലി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ബിങ്ഷുവിനെ ഭർത്താവായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 പേരും അവിടെ പ്രാർത്ഥിക്കാൻ വന്നതായിരുന്നു. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ബിങ്ഷുവിനെ തനിക്ക് ഭർത്താവായി വേണം എന്ന് പറഞ്ഞ് ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാൻ തുടങ്ങുന്നുണ്ട്. അവർ വഴക്കിടുന്നത് കൊണ്ട് ഇവർ ചിരിച്ച് രസിക്കുന്നുണ്ടെങ്കിലും അവരെ ഫോളോ ചെയ്താൽ തങ്ങൾക്ക് ചിലപ്പോൾ ബിങ്ഷുവിനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നുള്ള പ്രതീക്ഷ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫോളോ ചെയ്യാമെന്ന് കരുതി ആ പെൺകുട്ടികളുടെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പൂവാലന്മാർ ഇവരുടെ പുറകെ കൂടിയത്. ഇവർ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് എന്തായാലും പ്രണയ സാഫല്യം ഉണ്ടാകാനോ വിവാഹം നടക്കാനോ ഒക്കെ ആയിരിക്കുമല്ലോ.
അതുകൊണ്ട് അവരുടെ ആഗ്രഹം ഇപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കാം. തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അതിലൊരാൾ ഇവരുടെ പിറകെ കൂടിയിരിക്കുന്നത്. അയാളെ ഒഴിവാക്കി വിടാൻ ഷാബുവും താലിയും പരമാവധി ശ്രമിക്കുന്നു. പക്ഷെ നടക്കുന്നില്ല. അവസാനം ഇവർക്ക് അയാൾക്കിട്ട് നല്ല ഇടി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ആകെ വഴക്കാവുന്നു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ചേർന്ന് ഇവർ രണ്ടുപേരെയും പിടിച്ച് കെട്ടുന്നു. ഷാബുയ്ക്ക് മാജിക്ക് പ്രയോഗിക്കാനുള്ള ഒരു ചാൻസ് അവർ കൊടുക്കുന്നില്ല. ഈ സമയത്ത് ബിങ്ഷു അവരുടെ സഹായത്തിന് എത്തുന്നുണ്ട്. ബിങ്ഷു അവരെല്ലാം അടിച്ചോടിച്ചു വിടുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഷാവു തങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ ആദ്യം അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു. വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ബിങ്ഷു അവരെ തൻ്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് ഹോങ്ങി ഇങ്ങനെ ഡ്രീം ദേവത വന്ന് കൊണ്ടുപോയ കാര്യമൊക്കെ ഷാവുവും ദാലിയും കൂടി അവനോട് പറയുന്നത്. പക്ഷെ ആദ്യം അവന് ഇത്ര വിശ്വാസം വരുന്നില്ല. തന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ട്രിക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു. അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ദാലി തൻ്റെ കൈവശമുണ്ടായിരുന്ന ഡ്രീം ദേവതയുടെ പെയിൻറ്റിങ് അവനെ കാണിക്കുന്നു. അത് കണ്ടപ്പോൾ അവന് കാര്യങ്ങൾ ഉറപ്പാവുന്നുണ്ട്. കാരണം ഡ്രീം ദേവതയെ അവന് മുമ്പ് ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. തങ്ങൾക്ക് തനിച്ച് ഡ്രീം ദേവതയുടെ അടുത്തെത്താനും അവരൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് അവനും ടാനറും തങ്ങളെ സഹായിക്കണമെന്ന് ഷാവു റിക്വസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിലും രാജാവ് ഇപ്പോൾ അവനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഡ്രീം ദേവതയുടെ അടുത്തേക്ക് പോകാനാണല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അവർക്കും അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിങ്ഷു അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ മാപ്പ് എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഷാവു അതിൽ ഹോങ്ങെ പറഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ട് എവിടെയായിരിക്കും ഡ്രീം ദേവത ഉള്ളതെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നു. ഹോങ്ങെ ഡ്രീം ദേവതയുടെ അടുത്തേക്ക് എത്താൻ പുറപ്പെട്ടിട്ട് കുറേ സമയമായെങ്കിലും അവൻ ഇതുവരെ അവരുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ കുറേ അലഞ്ഞു തിരിഞ്ഞ് അവനിപ്പോൾ ഒരു പ്രത്യേകതയുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അത് ഡ്രീം ദേവതയുടെ ഏരിയ ആണെന്ന് തോന്നിയതിനാൽ അവൻ എന്തോ മാജിക് പ്രയോഗിച്ചിട്ട് അവരോട് പുറത്തേക്ക് വരാൻ പറയുന്നു. പക്ഷെ അവൻ്റെ മുന്നിലേക്ക് വന്നത് പ്രിൻസസ് നിങ്ങാനാണ്. അവനോട് മുമ്പുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ്റെ ഹൃദയം തനിക്ക് തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ കവിളിൽ തൊടുന്നുണ്ട്. ഹോങ്ങി ഈ സമയത്ത് കണ്ണടച്ച് നിൽക്കുന്നു. അവന് പ്രിൻസസ് പറഞ്ഞതിനൊന്നും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. പക്ഷേ അവൻ്റെ ഈ നിൽപ്പ് കണ്ടപ്പോൾ അവൻ താൻ പറഞ്ഞത് സമ്മതിച്ചതാണ് എന്നുള്ള രീതിയിൽ അവർ തൻ്റെ കൈ അവൻ്റെ നെഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ശക്തി ഊറ്റിയെടുക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഹോങ്ങിയെ ആ കൈ തട്ടി മാറ്റിയിട്ട് അവളെ തട്ടി ദൂരേക്ക് എറിയുന്നു. അതോടെ പ്രിൻസസ് അപ്രത്യക്ഷമാവുന്നുണ്ട്. ഈ സമയത്ത് മറുവശത്ത് നിന്ന് ഷാവോ അവൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. അവളെ കണ്ടപ്പോൾ ഹോങ്ങിക്ക് തൻ്റെ ശക്തിയെല്ലാം നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട്. അവനെ എതിർത്തൊന്നും പറയാൻ പറ്റുന്നില്ല. നീ പ്രിൻസസ് നിങ്ങാന് വേണ്ടിയിട്ട് ഒരിക്കൽ നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയതല്ലേ. അവൾ നിന്നെ ചതിച്ചതുപോലെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. എനിക്ക് അതിന് പകരമായിട്ട് നിനക്ക് എന്ത് തരാൻ പറ്റും? ഞാൻ എന്താവശ്യപ്പെട്ടാലും നീ നൽകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഷാവോ അവൻ്റെ അടുത്തേക്ക് വന്നത്. അവൾ എന്താവശ്യപ്പെട്ടാലും നൽകാൻ താൻ തയ്യാറാണ് എന്ന് ഹോങ്ങിയെ മറുപടി നൽകുന്നു. ഷാവു പെട്ടെന്ന് തൻ്റെ രണ്ട് കൈയും അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചിട്ട് അവൻ്റെ ശക്തി ഊറ്റിയെടുക്കാൻ തുടങ്ങുന്നുണ്ട്. അവൻ്റെ ഹൃദയം അവൾ എടുക്കുകയാണ്. ശരിക്കും ഇതെല്ലാം ഡ്രീം ദേവതയുടെ പണികളാണ്. കുറച്ച് മാറി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഹോങ്ങി ഇങ്ങനെ മനസ്സോടെ അവൻ്റെ ഹൃദയം തനിക്ക് തരുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും ഇതവരെ ശരിക്കും സന്തോഷിപ്പിക്കുന്നു.